ദാറ്റ്സ് വണ്ടർഫുൾ. കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് എന്നോട് പറഞ്ഞു, മൈ ചൈൽഡ് ഷുഡ് ഡൈ ബിഫോർ ഐ ഡൈ. ഓക്കെ, ആൻഡ് ഐ തോട്ട് പുള്ളിക്കാരി പറഞ്ഞ ആ വോയിസിൽ അതിനകത്ത് ഫിയർ ഉണ്ടായിരുന്നു, ആൻസൈറ്റി ഉണ്ടായിരുന്നു, ഒരുപാട് ഇമോഷൻസ് എംബെഡഡ് ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു പേരൻസിനെ മാം എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തു? ആ കുഞ്ഞിൻ്റെ ഏജ് എത്ര ആയിരുന്നു? ഹി വാസ് 5 years. ശരിക്കും 5 years ഉള്ള ഒരു പേരൻറ്റ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യമേ കേരളത്തിലില്ല ഒരു കാരണവശാലും. പണ്ടുണ്ടായിരുന്നു. കാരണം പണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ഞങ്ങൾ ജുവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ബൈ ഓൾ മീൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, വൺ റൂഫ്, ട്രാൻസ്പെറൻറ്റ് സെഷൻസ് ഒക്കെ ഉണ്ടത് മേ ബി ഇന്ത്യയിൽ തന്നെ 1-2 സ്ഥാപനങ്ങൾ. പക്ഷേ ഇന്ന് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല തെറാപ്പീസ്, നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മ ഒരിക്കലും ഇത് ചിന്തിക്കരുത്. ഈ ഒരു 22-23 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് പറഞ്ഞതെങ്കിൽ നമുക്കതിനെപ്പറ്റി തീർച്ചയായിട്ടും അതൊരു കൺസേൺ ആണ്. കാരണം ആ കുട്ടിയെ ഒരു മെയിൻ സ്ട്രീമിൽ എത്തിക്കേണ്ട ഏജ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടാവും, ഒരു ഏതെങ്കിലും ഒരു ഏരിയാസ്. ഇപ്പോൾ ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ ലെമൺ ട്രീ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഇൻ ഇന്ത്യ, അവരുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് എംപ്ലോയ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലേബിൾഡ് ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് US നിന്ന് ഒരുപാട് ഒരു 4-5 IT കമ്പനീസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കൽ സ്കിൽസുള്ള കുട്ടികളുണ്ടോ? വി ഡോണ്ട് നീഡ് ഫോർമൽ എഡ്യൂക്കേഷൻ, വി ക്യാൻ ട്രെയിൻ ദം ആൻഡ് എംപ്ലോയ്. ഇപ്പോൾ പല കമ്പനീസിലും റിസർവേഷൻ എന്ന് പറയുന്ന ഇനി മുതൽ മാൻഡേറ്ററി ആയിട്ട് വരുവാണ് മുമ്പോട്ട് പോകും തോറും. ഇത്ര % നമ്മുടെ കുട്ടികളെ എംപ്ലോയ് ചെയ്യും. ഇപ്പോൾ ജുവലിൽ തന്നെ കഫേയിലെല്ലാം എംപ്ലോയ്ഡ് ആയിരിക്കുന്നത് നമ്മുടെ തന്നെ ഫണ്ട്, അതായത് 10-18 വയസ്സായ ആൾക്കാരാണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരാണ്. ഇവിടെ റിസപ്ഷൻ ഹാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം ചില കുട്ടികൾ വലിയ ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കുട്ടിയുടെ എക്സാമ്പിൾ 11ാം ക്ലാസ്സിൽ 10 വരെ പഠിച്ചു, പക്ഷെ 11-11 ഫിസിക്സിന് ഫെയിലായി. അപ്പോൾ ഇവന് മുമ്പോട്ട് പോകുമ്പോൾ ഡിപ്രഷനായി. അപ്പോൾ വീണ്ടും നമ്മൾ ജുവൽ വന്നിട്ട് അവനൊരു ഇൻറ്റേൺഷിപ്പ് പോലും കൊടുത്ത് അവൻ ഇപ്പോൾ 12th എഴുതുവാണ്. അപ്പോൾ അവന് ഹീസ് ദെയർ ഇൻ ജുവൽ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് അവിടെ വരും, വന്ന് അവൻ എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യണം. അവൻ തന്നെ പറഞ്ഞത് എനിക്ക് നല്ല മാറ്റമാണ്, വീട്ടിലെങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവനെ അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. ഒരു രക്ഷകർത്താവ് ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. ഓക്കെ മാം, ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഓട്ടിസത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ADHD എന്ന് പറഞ്ഞൊരു ഫാക്ടർ, ഇപ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കര ചിലപ്പോൾ ഒരു കോ ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം. കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിൽ, പിന്നെ നമ്മുടെ ജ്യോത്സ്ന സിംഗർ, അവരൊക്കെ സെൽഫായിട്ട് ADHD ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. സോ ഡു യു തിങ്ക് അവർക്ക് ആ ഒരു ഡയഗ്നോസിസ് അവർക്കത് ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമോ ഇൻ ദിയർ ലൈഫ്? ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ടേക്കിംഗ് അപ്പ് എ ഡയഗ്നോസിസ് ലൈക്ക്? നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസും ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും രണ്ടാണ്. നമുക്കൊക്കെ പല സിംറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പം കുറേ പേര് ചിലപ്പോൾ രാവിലെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കും. നമ്മുടെ ഇപ്പോൾ OCDയുടെ സിംറ്റമാണ് നമ്മൾ ഒരു ഡോറ് 10 പ്രാവശ്യം തുറന്നോ അല്ലെങ്കിൽ പൂട്ടിയോ നോക്കുന്നവരുണ്ടാവും. ഗ്യാസ് പോകാൻ നേരം ഇറങ്ങിയോ വീണ്ടും ഡോറ് തുറന്നു വീണ്ടും തുറന്നു. ഇതൊക്കെ സിംറ്റംസാണ്. പക്ഷേ ഇതെപ്പോഴാണ് ക്ലിനിക്കലി സിഗ്നിഫൈൻഡ് ആവുന്നത്? ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിംറ്റം ഉള്ള ഒരാൾ ആ പ്രശ്നം കാരണം അവർക്കൊരു ജോലി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കിട്ടി ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾ വീട് 10 പ്രാവശ്യം പൂട്ടിയോ നോക്കുന്നു, OCD ഉള്ള ഒരാൾ, പക്ഷെ അത് കാരണം അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിയിൽ നിന്ന് അയാൾക്ക് വാണിംഗ് കിട്ടുന്നു, അയാളുടെ ജോലി ഇത് പിരിച്ചുവിടുന്നു. അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരു കട്ട് ഓഫ് പോയിന്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കൊക്കെ സിംറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ജോൽസിനെ പോലെ ഒരാൾ സ്റ്റേജിൽ നിന്ന് പാടി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി, പുള്ളിക്കാരിക്ക് ഈ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് അത് മാസ്ക് ചെയ്ത് പുള്ളിക്കാരിക്ക് ഒരു ജോലിയിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ ഡിസബിലിറ്റി ആയിട്ട് കാണും? എപ്പോഴാണത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആവുന്നതെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക. സിംറ്റംസ് വെച്ചിട്ട് ഒരിക്കലും എനിക്ക് ആ പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും അത് കാരണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു ടീച്ചറാണ്, അവർക്ക് ADHD ഉള്ളത് കാരണം ക്ലാസ്സിൽ 45 മിനിറ്റ് നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകുന്നു, സ്റ്റാഫ് റൂമിൽ പോകുന്നു, ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, സ്കൂൾ വാണിംഗ് കൊടുക്കുന്നു, ജോലിയിൽ നിന്ന് പറച്ചു. അത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ അലൈൻ ചെയ്തിട്ട് ഇപ്പോൾ ടീനേജേഴ്സ് പറഞ്ഞൊരു കാര്യം, ഐ എം ഓവർ സ്റ്റിമുലേറ്റഡ്, ഡോണ്ട് ഷൗട്ട് അറ്റ് മീ എന്ന് പറഞ്ഞൊരു കാര്യമാണ് ചോദിക്കാൻ കാരണം. ഐ ഹവ് ഹേർഡ് എ ഫ്യൂ ഓഫ് ദം സേ ദാറ്റ്. അപ്പോൾ ഡു യു തിങ്ക് അതൊരു ഓവർ സ്റ്റിമുലേഷൻ ആണോ? ഹൗ ഡു യു തിങ്ക് അവരുടെ ഫ്രീഡമിൽ വിടാത്തൊരു പേരൻസ് വഴക്ക് പറയുമ്പോഴാണോ? യെസ്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര പ്രഷറിലാണ്. കാരണം ഇപ്പം പല ബ്യൂട്ടി പ്രോഡക്ട്സ് 8ാം ക്ലാസ് മുതൽ സെഫോറ കിഡ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഇപ്പോൾ ഉണ്ട്. 8 years മുതലുള്ള കുട്ടികൾ സെഫോറയുടെ കൗണ്ടറിൽ പോയി ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇവർ ടോട്ടലി ഈ സോഷ്യൽ മീഡിയ പ്രഷർ ഭയങ്കരമാണ്.
എനിക്ക് ഇന്ന ആളെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഫിഗർ ഇങ്ങനെയാണല്ലോ, എൻ്റെ ഫിസിക്ക് ഇങ്ങനെയാണല്ലോ. ഇവരാകെപ്പാടെ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം ഇപ്പോൾ എനിക്ക് കൈലിയെ പോലെ ആവണം, അങ്ങനെ BTS ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ഇവർ കുറച്ച് ഇങ്ങനെയുള്ള പ്രഷർ കുറേ ഇവർക്കുണ്ട്. അപ്പോൾ ഇവരിപ്പം ജനറലി ഇപ്പോൾ പുതിയ സ്റ്റഡീസ് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭജൻസ് അറ്റൻഡ് ചെയ്യുന്നത് ജെൻസിയാണ്. ഓ വാ, ഓക്കെ. പുതിയൊരു സ്റ്റഡി കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് പല സ്റ്റേറ്റുകളിലും ജെൻസീസ് പബ്ബിൽ പോകുന്നതിന് പകരം ഭജൻസ് അറ്റൻഡ് ചെയ്യാൻ ഇവർ താല്പര്യപ്പെടുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ദേ വോണ്ട് പീസ്. ഇപ്പം ആൽക്കഹോളിൻ്റെ സെയിൽ പോലും ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ടീനേജേഴ്സ് ഇത് യൂസ് ചെയ്യുന്നില്ല. മേ ബി ഒരു മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു, അതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഈ വലിയ ബഹളം വെച്ച് കാര്യങ്ങൾ, പബ്ബിലെ ബഹളം, ഇവരൊന്ന് ജനറലി ഒന്ന് ക്വയറ്റ്. അതുകൊണ്ടാണ് അവർ അഡ്വൈസ് പോലും പ്ലീസ് നോ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ്സും പ്രഷറും സൊസൈറ്റിയിൽ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൂടെ വീട്ടിൽ സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ ദേ ഫീൽ വി ആർ ഓവർവെൽമിങ്. മനസ്സിലായി? അപ്പം ഇപ്പം പുതിയൊരു ട്രെൻഡ് ജെൻസീസ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു സ്റ്റഡി പറയുന്നത് 25% ടീനേജേഴ്സ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇൻസ്റ്റഗ്രാം നിർത്തി. ഓക്കെ. അപ്പോൾ ഒരു റിവേഴ്സ് ഇത് ഇഫക്റ്റ് കണ്ടു തുടങ്ങിയെന്നാണ് ഓവറോൾ വേൾഡ് വൈഡ് സ്റ്റഡീസ് പറയുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. അതിൽ ഫുൾ ബാംഗ്ലൂർ നടന്നൊരു ഭജൻ ഷോയിൽ വയസ്സായവരെന്ന് പറയാൻ ഭയങ്കര കുറവ് ആൾക്കാരേ ഉള്ളൂ. ഫുൾ ടീനേജേഴ്സാണ്. അവർ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് നിർത്താൻ അവർ സമ്മതിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അവർ പൊതുവേ കുറച്ച് പീസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ലൊരു ട്രെൻഡായിട്ടാണ് തോന്നുന്നത്. അല്ലേ? ഓട്ടിസത്തിൽ ഒരു ചോദ്യം കൂടി ഉണ്ടായത്. ദ തിങ് ഈസ്, ഇപ്പോൾ ഹിയറിംഗ് ലോസ് വരുമ്പോൾ വി ഹാവ് ശ്രുതി തരംഗം പ്രോജക്റ്റ്, അഡിപ് സ്കീം എന്നൊക്കെ പറഞ്ഞ സ്കീംസ് ഉണ്ട്. സോ വേ വി ഹാവ് കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും നമുക്ക് അവർക്ക് അഫോർഡബിൾ റേറ്റ്സിൽ. അങ്ങനെ നമുക്ക് ഈ ഓട്ടിസം ട്രീറ്റ്മെൻറ്റിൽ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്കീംസ് ഉണ്ടോ മാമിൻ്റെ അറിവിൽ? ഇതുവരെ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് കമ്പനീസ് പോലും ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ നമ്മുടെ UAE ബ്രാഞ്ചിലാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസിന് ഓക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി രണ്ടും, ബിഹേവിയർ തെറാപ്പി ഇല്ല, ഇത് രണ്ടും. പിന്നെ സൈക്കോളജിക്കൽ സർവീസസും ഉണ്ട്. അതായത് ABA എന്ന് പറയുന്നൊരു കോഴ്സ് ശരിക്കും അവർ 4 months പ്രോപ്പർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ല. BCBS ചെയ്യുന്നതിനും ഉണ്ട്, അല്ലെ MSc. ഇവർക്കെല്ലാം തന്നെ അവരുടെ സർവീസസ് ഇപ്പോൾ ഇൻഷുറൻസിൽ കവേർഡാണ്. നമുക്കിങ്ങനെ ഇന്ത്യയിലിപ്പോൾ സ്കീംസ് അല്ല, ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ICH കണക്റ്റഡ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ ഫ്രീ സർവീസാണ്. അവിടെ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഗവൺമെൻറ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. എവിടെ പോയാലും അവർക്ക് അഡ്മിഷനും കിട്ടും. പക്ഷേ ഇത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അത് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനമാണ്. അത് മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് ഫയലുണ്ടോ, ഗോൾസ് ഉണ്ടോ, അത് നമ്മൾ ഒരു പ്രൈവറ്റ് സെൻറ്ററിൻ്റെ ബെനിഫിറ്റ് അതാണ്. അത് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു ക്ലിനിക്കൽ സൂപ്പർവൈസറും ക്ലിനിക്കൽ ഹെഡ്സും ഉണ്ടാവും. പ്രൈവറ്റ് മേഖലയിൽ അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് റിസൾട്ട് ഉള്ളത്. സ്റ്റാഫ് സെയിം ആണെങ്കിലും അങ്ങനെ ഒരു മോണിറ്ററിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിട്ട് ഒരു IT ഫേമൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്കത് ബെനിഫിഷ്യലാണ്. മാം, ടുവേർഡ്സ് ഓട്ടിസം കുഞ്ഞുങ്ങൾ അഡോളസൻസ് എത്തുമ്പോൾ ദേ ഹാവ് മെച്ചുറേഷൻസ് ലൈക്ക് പ്യൂബർട്ടി ഉണ്ടാവും, പിന്നെ അവരുടെ ഓവറോൾ ബോഡി ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ടിപ്പിക്കലി ഡെവലപ്പിംഗ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ദിസ് ഇസ് ദ ചേഞ്ചസ് എക്സ്പെക്റ്റഡ് ഇതാണെന്നുള്ളത്. അപ്പോൾ ഈ ഓൺ സ്പെക്ട്രത്തിലുള്ള കുഞ്ഞുങ്ങൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? സോഷ്യൽ സ്റ്റോറീസ് നല്ലൊരു കാര്യമാണ്. സോഷ്യൽ സ്റ്റോറീസിൻ്റെ വീഡിയോസ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. അതായത് ഏജ് ഇത്ര ആകുമ്പോൾ എന്താണ് ബോഡിയിൽ വരുന്നത്, അത് പിക്ടോറിയലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. വിഷ്വൽ സ്കെഡ്യൂൾസ് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഡെയിലി വിഷ്വൽ സ്കെഡ്യൂൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്തില്ലേ ഡെയിലി. ഇപ്പം നമ്മുടെ സെൻറ്ററിലാണെങ്കിൽ നമ്മളെല്ലാ കുഞ്ഞുങ്ങളോടും പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം പിന്നെ നിങ്ങളിവിടെ ഇരിക്കുന്നു, കംഫർട്ടബിൾ ആണ്. കാരണം യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഇത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ഇത് രാത്രി വരെ നിങ്ങളുടെ സ്കെഡ്യൂൾ നിങ്ങൾക്ക് തറവാണ്. ഈവൻ ഐ നോ വാട്ട് ഈസ് ഗോൺ ഹാപ്പൻ. ഇത് അറിയാത്തൊരു കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് എനിക്ക് they will be always confused. So always prepare a child. സംസാരിക്കാത്ത കുഞ്ഞാണെങ്കിലും വിഷ്വൽ സ്കെഡ്യൂൾ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് ശ്രവണേ പോകുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നു, ശ്രവണേ നിറയും കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഓരോന്നും യു ഷുഡ് പ്രിപ്പയർ എ ചൈൽഡ്. ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ എവറി ചൈൽഡ് ഹു കനോട്ട് സ്പീക്ക്.
അപ്പോൾ ഇതുപോലെ നമുക്ക് വിഷ്വൽ സ്കെഡ്യൂൾസ് വെച്ചിട്ട് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യാം. എന്താണ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നത്, അതിൽ ഇറക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ വലിയ കുട്ടികളെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു 8 ഇയേഴ്സ് 9 ഇയേഴ്സിൽ ഇപ്പോൾ ആവറേജ് ഒരു കുട്ടിക്ക് മെൻസ്ട്രേഷൻ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 7 വയസ്സ് 7.5 വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ പാഡില്ലേ, സാനിറ്ററി പാഡ്, അതിനകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പം ഈ വെള്ളം ഇതിന് നനവ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ആ കുട്ടി പഠിക്കും. അപ്പം അല്ലെങ്കിൽ 10 വയസ്സിൽ 9 വയസ്സിൽ ആയി കഴിയുമ്പോൾ ഈ കുട്ടി പാഡ് എടുത്ത് എറിയും. ഒട്ടും നമുക്ക് പിന്നെ ഇത് വെക്കാൻ പറ്റാതെ വരും. അപ്പം ഞങ്ങൾ ഗേൾസിനെല്ലാം തന്നെ ഈ മെൻസുറേഷൻ പ്രിപ്പറേഷൻ നമ്മൾ എഡ്യൂക്കേറ്റേഴ്സ് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് നേരത്തെ തന്നെ ഇവർ ഗൈഡ് ചെയ്യാറുണ്ട്. പാഡ് മാൻഡേറ്ററി ആയിട്ട് ഈ കുട്ടികൾക്ക് വെച്ച് കൊടുത്ത് അവരെ സെൻസിറ്റൈസേഷൻ മാറ്റാറുണ്ട്. That's wonderful. Okay. So on a final note, what would you like to tell the parents of typical development and the parents of children on neurodiverse? ടിപ്പിക്കൽ ഡെവലപ്മെൻറ്റ് പേരൻസിനോട് പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ആശ്രയിച്ച് ഈ ലോകത്ത് വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ദയവേത് അവരോട് കരുണ കാണിക്കുക. നമുക്കിപ്പോൾ എല്ലാവർക്കും അസോസിയേഷൻ ഉണ്ടല്ലേ, ട്രാൻസ്ജെൻഡേഴ്സിന് അസോസിയേഷൻ ഉണ്ട്, ലേഡീസിനാണെങ്കിൽ ഇഷ്ടംപോലെ അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ ഇല്ലാത്ത ഒരേ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ റൈറ്റ്സാണ് അവർക്ക് പറ്റുന്ന എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അവർ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരാൻ വേണ്ട എൻവയോൺമെൻറ്റ്, അവർക്ക് എക്സ്പീരിയൻസസ് കൊടുക്കാനും അവരെ ഫിസിക്കൽ ആക്ടിവിറ്റി, കാരണം ഒരു കുഞ്ഞ് 4 വയസ്സ് വരെ വളരുന്നത് ഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടാണ്, വലിഞ്ഞു കയറുന്നു. അപ്പോൾ ഇത് ഫീൽ ചെയ്ത് ഇപ്പോൾ തൊട്ട് നോക്കുന്നു, ഇതാണ് ഇതിൻ്റെ ഫീൽ ഇതാണ്. ഇത് ഈ എക്സ്പെരിമെൻറ്റ് വഴി പഠിക്കുമ്പോഴാണ് ന്യൂറോ മെച്ചുറേഷൻ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഡെവലപ്പാണ്. അത് കിട്ടാനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ്. അത് ചൈൽഡ് അബ്യൂസ് അല്ല. ഒരു കുഞ്ഞിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് അതിനെ ശരിക്കും വളരാനുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് ഇന്നസെൻ്റാണ്, അതിനാരെങ്കിലും പോയി കംപ്ലയിൻറ്റ് പറയാൻ അറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ ചൂഷണം ചെയ്യുമ്പോഴാണ് ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ എന്ന് എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നത്. ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എന്നെങ്കിലും പിള്ളേർക്ക് വേണ്ടി ഒരു അസോസിയേഷൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും അവരുടെ കംപ്ലയിൻറ്റ്സ് പുറം ലോകത്തോട് പറയാനും പറ്റിയിരുന്നെങ്കിൽ ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതാണ് എനിക്ക് ന്യൂറോ ടിപ്പിക്കൽ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ വളർച്ച എന്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഹോസ്പിറ്റലുകളിൽ ഒരു ക്ലാസ് കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞ് എന്താണ് പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞ് വളരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളിൽ നിന്ന് വേണ്ടത്. ഇത് മാൻഡേറ്ററി ആയിട്ട് ഗവൺമെൻറ് തലത്തിലൊരു ക്ലാസ് നമ്മൾ പ്രീ മാരിറ്റൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രീ മാരിറ്റൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ എന്തുകൊണ്ടൊരു ചൈൽഡ് ബർത്തിന് മുമ്പ് നമ്മളിത് കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഏജിയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണെങ്കിൽ ബിലോ 5 ഇയേഴ്സ് 6 ഇയേഴ്സ് 4 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അവരെ നിങ്ങൾ ഓട്ടിസം മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നിങ്ങളുടെ കുഞ്ഞ് മുഖ്യധാരയിൽ എത്താൻ പറ്റുന്നുണ്ടോ, അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. നിങ്ങളുടെ കുട്ടി ഒരു ന്യൂറോ ടിപ്പിക്കൽ കുട്ടിയായിട്ട് എത്ര ഗ്യാപ്പുണ്ട്, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങളുടെ കുഞ്ഞ് പുറകോട്ട് നിൽക്കുന്നത്. ആ ബ്രിഡ്ജ്, നമ്മളൊരു പാലം പണിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ അപ്പുറത്ത് എത്തിക്കണം, എത്രയും പെട്ടെന്ന് ആ പാലം പണിയുന്നോ അത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് അപ്പുറത്തെത്തും. സിമ്പിൾ. Thank you so much, ma'am. And dear viewers, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട്. സോ വി ഹാവിങ് a lot of information in here. And thank you so much for your Thank you, dear. Thank you so much. time. Thank you, Really ma'am. enjoyed it. Thank you.